സർവചൈതന്യരൂപാം താമാദ്യാം വിദ്യാം ച ധീമഹി ബുദ്ധിം യാന പ്രചോദയാത്. ശ്രീ സ്കന്ദമഹാപുരാണം ആസുര കാണ്ഡം ആരംഭിക്കുകയാണ്. ഇതിലാദ്യം തന്നെ ഈ ശൂരപത്മാദികളുടെ ആവിർഭാവത്തെ കുറിച്ചിട്ടാണ് പറയുന്നത്. സൂത ശൗനക സംവാദ രൂപേണ കഥകളെ പറഞ്ഞു വരുമ്പോൾ മഹർഷിമാരുടെ ചോദ്യത്തിന് മറുപടിയായി ഈ ശൂരപത്മാസുരൻ്റെയും മറ്റ് ബലശാലികളായിട്ടുള്ള അസുരന്മാരുടെയും ഉത്ഭവം, അതിനെക്കുറിച്ച് ഞങ്ങൾക്ക് കേൾക്കണമെന്നുണ്ട്. അപ്പോഴാണ് സൂതൻ അതിന് മറുപടിയായിട്ട് പറഞ്ഞു, ദേവഗുരുവായിട്ടുള്ള ബൃഹസ്പതി തന്നെ സുബ്രഹ്മണ്യന് ഉപദേശിച്ചു കൊടുത്തതാണ് ഈ ശൂരപത്മാസുരന്റെ ആവിർഭാവത്തെക്കുറിച്ച്. ഇപ്പൊ ബ്രഹ്മാവിന്റെ പുത്രന്മാരിൽ കശ്യപൻ എന്ന ആ പ്രജാപതി, ഇപ്പൊ കശ്യപന് അതിഥി എന്നുള്ള പത്നിയിലുണ്ടായ ആദിത്യന്മാർ, ദിതിയിലുണ്ടായ പുത്രന്മാരാണ് ദൈത്യന്മാർ, അസുരന്മാരെന്നൊക്കെ പറയും. ഒരിക്കൽ ഈ അസുര ഗുരുവായിട്ടുള്ള ശുക്രൻ ശുക്ര മഹർഷി അതിബലവാനായിട്ടുള്ള മംഗളകേശിനി എന്നുള്ള ഒരു അസുരൻ, അവനുണ്ടായ ഒരു പുത്രിയാണ് സുരസ. ആ സുരസ ശുക്രമഹർഷിയെ സമീപിച്ചു. ശുക്രമഹർഷിക്ക് സേവ ചെയ്യുകയും അങ്ങനെ ശുക്രൻ ആ പെൺകുട്ടിക്ക് മായ എന്ന് നാമകരണം ചെയ്തു. എല്ലാ വിദ്യകളും അഭ്യസിപ്പിച്ചു. എന്നിട്ടാണ് ഈ മായയോട് പറയാണ്, ഇപ്പൊ ദേവന്മാർ അതുപോലെ തന്നെ ആ ദേവന്മാരുടെ പ്രഭാവം കൊണ്ട് നമ്മൾ അസുരന്മാർക്ക് വലിയ പ്രയാസങ്ങൾ പലതരത്തിലും ഉണ്ടാവുന്നു. അപ്പൊ അതിനെ ജയിക്കാൻ വേണ്ടിയിട്ട് നീ ഒരു കാര്യം ചെയ്യണം. നിന്നിൽ കൂടിയിട്ട് ഈ അസുര പരമ്പരയിൽ അതിബലശാലികളായിട്ടുള്ള ആ പുത്രന്മാരുണ്ടാവണം. അപ്പൊ അതിനു വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ഉപായം പ്രയോഗിച്ച് ദേവന്മാരുടെ ബലം ക്ഷയിക്കാനും അതിനൊക്കെ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെയാണ് ചെയ്യേണ്ടത് എന്നിങ്ങനെ പല ഉപദേശങ്ങളും ഈ അസുരഗുരു കൊടുക്കുകയാണ് ഈ മായയ്ക്ക്. അങ്ങനെ ഗുരുവിനോട് അനുമതി വാങ്ങി, ഗുരുവിന്റെ അനുഗ്രഹത്തെ നേടിക്കൊണ്ട് തൻ്റെ മാതാപിതാക്കളോടുമൊക്കെ അനുമതി വാങ്ങിയിട്ടാണ് ഈ മായ അവിടുന്ന് പുറപ്പെട്ടു. എന്നിട്ടാണ് ഈ കശ്യപൻ തപസ് ചെയ്യുന്ന ഇടത്ത്, ആ കശ്യപൻ വർത്തിക്കുന്നതായിട്ടുള്ള തപോഭൂമിയിൽ എത്തിച്ചേർന്നു. അദ്ദേഹം ഇരിക്കുന്ന പ്രദേശം മുഴുവനും തൻ്റെ പ്രഭാവം കൊണ്ട്, തൻ്റെ ആസുരീകമായിട്ടുള്ള മായാപ്രഭാവം കൊണ്ട് നല്ല അതിമനോഹരമായ നല്ല ജലാശയങ്ങൾ, അതുപോലെ ധാരാളം പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നതായിട്ടുള്ള ചെടികൾ, ഇതൊക്കെ തന്നെ ഒരു മനസ്സിന് സന്തോഷം തരുന്ന, ഒരു കുളിർമ തരുന്ന ഒരു ഇടമാക്കിയിട്ട് ആ പ്രദേശത്തെ മാറ്റിക്കഴിഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ദേവ ഉദ്യാനം പോലെ, ദേവലോകത്തിലുള്ള ഉദ്യാനം പോലെ ഇത് തോന്നിപ്പിക്കുന്ന രീതിയിൽ വളരെ ഭംഗിയായിട്ടാണ് ആ പ്രദേശത്തെ ഈ മായ തയ്യാറാക്കിയത്. അപ്പോഴാണ് ഈ കശ്യപൻ സമാധിയിൽ നിന്ന് ഉണരുന്ന സമയത്ത് ഈ താനിരിക്കുന്ന ഈ തൻ്റെ തപോഭൂമിയിൽ തൻ്റെ സമീപത്തായിട്ട് നിൽക്കുന്ന ഈ മായയെ, ഈ പെൺകുട്ടിയെ കാണുകയാണ്. സുന്ദരിയാണ്. അപ്പോൾ കണ്ടപ്പോൾ തന്നെ കശ്യപന്റെ മനസ്സ് ചലിക്കാൻ തുടങ്ങിയതാണ്. എത്ര തപസ് ചെയ്യുന്നവരാണെങ്കിലും, എത്ര ഏകാഗ്രതയോടുകൂടി ഉപാസന ചെയ്യുന്നവരാണെങ്കിലും മനസ്സിന് ഒരു ചലനം ഉണ്ടാവാൻ അധിക സമയമൊന്നും വേണ്ട. അതിന് നമുക്ക് ഒരുപാട് ദൃഷ്ടാന്തങ്ങളെ
ഈ ഇതിഹാസ പുരാണങ്ങൾ തരുന്നുണ്ട്. വിശ്വാമിത്രൻ അതിന് ഉദാഹരണമാണ്. അതുപോലെ വസിഷ്ഠൻ, ഇങ്ങനെ എത്രയോ പേരുടെ അനുഭവങ്ങൾ. സൗഭരി എന്ന മഹർഷി ഭാഗവതത്തിലും ഒക്കെ പറയണതാണ് സൗഭരിയുടെ ആഖ്യാനം. അപ്പൊ ഈ ഏഷണാത്രയങ്ങളെ ജയിക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ മനസ്സിനെ നിയന്ത്രിക്കുക, നാം കാണുന്നതും കേൾക്കുന്നതുമായ വിഷയങ്ങളെ നമ്മളെ ബാധിക്കാത്ത രീതിയിൽ അതിനെ നിയന്ത്രിക്കുക, അത് പ്രയാസമാണ്. അപ്പൊ ഇന്ദ്രിയജയം മനോജയം ഇത് രണ്ടും വളരെ ദുഷ്കരമായ സംഗതിയാണ്. അതുകൊണ്ടാണ് ഇന്ദ്രിയജയം വരാനും മനോജയത്തിനായിക്കൊണ്ട് അതികഠിനമായിട്ടുള്ള തീവ്രമായ സാധനകളെ പറഞ്ഞു വച്ചിട്ടുള്ളത്. ഇനി ഇന്ദ്രിയങ്ങളെ ഒക്കെ ജയിച്ചാലും ഏറ്റവും പ്രയാസമാണ് നാവിനെ ജയിക്കുക എന്നുള്ളത്. അപ്പൊ നമ്മൾ കാണുന്ന ഏതെങ്കിലും ഒരു കാഴ്ചയാവാം, അല്ലെങ്കിൽ കേൾക്കുന്ന ഏതെങ്കിലും ഒരു വാക്ക് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഗന്ധമായിരിക്കാം നമ്മളെ സ്വാധീനിക്കുന്നത്. മനസ്സിനെ നമ്മളുടെ ഏകാഗ്രതയിൽ നിന്നും, ഏകാഗ്രതയോട് കൂടിയിട്ട് ധ്യാനിക്കുന്ന ഒരുവന് വേറെ വിഷയചിന്തകളൊന്നും വരണില്ല. പക്ഷേ മറ്റു വിഷയചിന്തകളെ വരാൻ അധിക സമയം വേണ്ട എന്ന് കാണിച്ചു തരികയാണ്. ഇപ്പൊ ഇവിടെ കശ്യപൻ ചോദിക്കുകയാണ്, ആരാണ്, എവിടെ നിന്നാണ് വരുന്നത്, ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഞാൻ മേരുവിന്റെ സമീപത്ത് ഗംഗാനദിയിൽ സ്നാനം ചെയ്യാൻ വേണ്ടി വന്നതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ പരിചയപ്പെടുത്തി. അപ്പോൾ പെട്ടെന്ന് കശ്യപൻ ഈ കാമാന്ധനായിട്ട്, ഈ സുന്ദരിയായിട്ടുള്ള മായയെ കണ്ടതും കശ്യപൻ മറ്റെല്ലാം മറന്നുപോയി. എന്നിട്ടാണ് പറയാണ് ഈ മായയോട്, ഞാൻ നിന്നെ കൂട്ടിക്കൊണ്ട് നമുക്ക് പലയിടങ്ങളിലും സഞ്ചരിക്കാം. ഞാൻ ഭവതിക്ക് പുത്രന്മാരെ പ്രദാനം ചെയ്യാം, കിങ്കരികളെ പ്രദാനം ചെയ്യാം, അതുകൊണ്ട് എന്നെ സ്വീകരിച്ചാലും എന്നിങ്ങനെ കശ്യപൻ പറയുമ്പോഴാണ് പെട്ടെന്ന് തൻ്റെ മായാവിദ്യ ഉപയോഗിച്ചുകൊണ്ട് അവിടുന്ന് തൽക്കാലത്തേക്ക് ഒന്ന് അപ്രത്യക്ഷമായി. അപ്പൊ ഇതുവരെ തന്നെ മുന്നിലുണ്ടായിരുന്ന ആ സുന്ദരിയായിട്ടുള്ള മായ പെട്ടെന്ന് കാണാതെ ആയതോടുകൂടി കശ്യപന് വല്ലാത്ത ഒരു പ്രയാസം തോന്നിയെന്നാണ്. മോഹാലസ്യപ്പെട്ടവനെ പോലെ ആയിത്തീർന്നു, വല്ലാതെ ദുഃഖമായി. അങ്ങനെ ദുഃഖിച്ചിരിക്കുന്ന കശ്യപന്റെ മുന്നിൽ വീണ്ടും ആവിർഭവിക്കുകയാണ്. അപ്പോൾ വലിയ സന്തോഷമായി. ദരിദ്രന് ധനം ലഭിച്ചാലുണ്ടാവുന്ന സന്തോഷം പോലെ, അല്ലെങ്കിൽ രോഗം കൊണ്ട് വലഞ്ഞിരിക്കുന്നവന് ആ രോഗം മാറ്റാനുള്ള ഒരു പ്രത്യൗഷധം കിട്ടുന്നത് പോലെ, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടാണ് കശ്യപൻ വളരെയധികം സന്തോഷത്തോടുകൂടി ആ മായയുടെ പാദങ്ങളിൽ പ്രണമിച്ചു എന്നാണ്. അത്ര പോലും അടിമയായി കഴിഞ്ഞു എന്ന് കാണിക്കുകയാണ്. അതാണ് മനുഷ്യൻ ഈ മനോനിയന്ത്രണം ഇല്ലാത്തവനായി കഴിഞ്ഞാൽ, തന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടാൽ പിന്നെ എന്താണ് ചെയ്യുക എന്നൊന്നും പറയാൻ പറ്റില്ല. ഇവിടെ ഈ മായയുടെ മുന്നിൽ തന്റെ സ്വത്വം നഷ്ടപ്പെട്ടവനായിട്ട് മാറിയ ആ കശ്യപന്റെ ആ പ്രാർത്ഥനയെ കേട്ടിട്ട് മായ അംഗീകരിച്ചു. അങ്ങനെ കശ്യപനും മായയും കൂടിയിട്ട് കുറേ നാളുകൾ പലയിടങ്ങളിലും വനപ്രദേശങ്ങളിലും ഒക്കെ സഞ്ചരിച്ചു. അങ്ങനെ കുറേ കാലം ഈ മായയോടുകൂടി വസിക്കുകയും, അപ്പോൾ ഇവിടെ ഈ മായ പറഞ്ഞ ഒരു വ്യവസ്ഥയുണ്ട്, ഞാൻ ഏത് രൂപം സ്വീകരിക്കുന്നോ ആ രൂപത്തിൽ അങ്ങ് എന്നോടുകൂടി വർത്തിക്കാൻ തയ്യാറാവണം എന്നാണ്. അപ്പൊ ആദ്യം ഈ മായയിൽ നിന്ന് ജനിക്കുന്നത് അസുര അസുരകുലത്തിൽപ്പെട്ടവരാണ്. ആ കശ്യപന്റെയും മായയുടെയും ശ്വേതകണങ്ങളിൽ നിന്നും സൈന്യങ്ങളൊക്കെ ഉണ്ടായി എന്നാണ്. പിന്നെ മറ്റൊരവസരത്തിൽ ഈ മായ ഒരു സിംഹ രൂപത്തെ സ്വീകരിക്കുന്നു. അപ്പൊ അതിൽ നിന്നും ഉണ്ടായ അസുരനാണ് സിംഹവക്രാസുരൻ എന്ന് പറഞ്ഞു. ആ സിംഹവക്രാസുരൻ പിന്നീട് അതേപോലെ ഒരു
ഗജരൂപത്തെ സ്വീകരിക്കുന്നു മായ. അതിൽ നിന്നുണ്ടായ ഗജമുഖാസുരൻ. ഇത്തരത്തിൽ അനേകം വ്യത്യസ്തങ്ങളായ സൈന്യങ്ങളും അസുര രൂപികളും ആവിർഭവിക്കുകയാണ്. വ്യാഘ്രം, അശ്വം, വരാഹം, ഗോമായു, ഇങ്ങനെ പല രൂപത്തിലും പല അസുരന്മാർ അവിടെ ആവിർഭവിക്കണമെന്നാണ്. അതൊക്കെ കഴിഞ്ഞു. പിന്നീട് അവരെ തപസ്സിനായിട്ട് നിയോഗിക്കുകയാണ്. അപ്പോൾ ദേവന്മാർക്ക് പോലും ദേവത്വത്തെ ലഭിച്ചത് തപസ്സിന്റെ ഫലം കൊണ്ടാണ്. ലോകത്തിൽ എന്ത് നേടാനും തപസ് കൂടിയേ തീരൂ എന്നൊക്കെ ഈ കശ്യപൻ തന്നെ ഉപദേശിക്കുകയാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഇവരെല്ലാം തപസ്സിനായിട്ട് അയച്ചു എന്നും. അങ്ങനെയാണ് അതിൽ ഈ അസുരന്മാർ. അപ്പൊ ഈ കശ്യപന് മായയിലുണ്ടായ അസുരന്മാരിൽ പ്രധാനിയാണ് ശൂരപത്മൻ എന്ന് പറഞ്ഞു. അപ്പൊ അതികഠിനമായിട്ട് തപസ് ചെയ്തിട്ടാണ് പലരും അഭീഷ്ടങ്ങൾ നേടിയിട്ടുള്ളത്. അതിന് ഉദാഹരണമായിട്ട് ഇവിടെ മുൻപ് നടന്നിട്ടുള്ള ചില സംഭവങ്ങളെയൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് കശ്യപൻ. കുലുസ്ഥൻ എന്ന ഒരു മഹാത്മാവ് തൻ്റെ തപശക്തി കൊണ്ടാണ് മരിച്ചുപോയ പുത്രിയെ ഉറക്കത്തിൽ നിന്ന് ഉണർത്തുന്നത് പോലെ ജീവിപ്പിച്ചത് എന്നാണ്. അപ്പൊ ശിവഭജനം നേടിയതായിട്ടുള്ള മൃതസഞ്ജീവനി വിദ്യ ഉപയോഗിച്ചിട്ട് അസുരഗുരുവായിട്ടുള്ള ശുക്രനും തപസ് ചെയ്ത് അതികഠിനമായിട്ടുള്ള തപസ് ചെയ്തിട്ടാണ് ഈ ശുക്രൻ മൃതസഞ്ജീവനി വിദ്യയെ നേടിയത് എന്ന് ദേവി ഭാഗവതത്തിലൊക്കെ പറയും. കാരണം വളരെ കാലം തപസ് ചെയ്ത ശുക്രന് ഭഗവാൻ ദർശനം കൊടുത്തിട്ട് പറഞ്ഞു, അങ്ങയുടെ ഈ ഒരു ആവശ്യം മൃതസഞ്ജീവനി വിദ്യയാണ് അങ്ങ് ചോദിക്കുന്നത്, അത് പ്രദാനം ചെയ്യണമെങ്കിൽ ഈ സാധാരണ രീതിയിലുള്ള തപസ് കൊണ്ടൊന്നും സാധ്യമല്ല. അപ്പൊ എന്താണ് വേണ്ടത് ശുക്രൻ ചോദിച്ചു. അപ്പൊ പറയാണ് ഭഗവാൻ, കണധൂമം ശ്വസിച്ചുകൊണ്ട് തപസ് ചെയ്യണം എന്നാണ്. അതും വിപരീതമായിട്ട്, നമ്മൾ സാധാരണ തപസ് അനുഷ്ഠിക്കുന്ന രീതി പോരാ, അതിന് വിപരീതമായിട്ട് വേണം. കണധൂമം ശ്വസിച്ചുകൊണ്ട് വേണം. അങ്ങനെ വളരെ വിചിത്രമായ ഒരു രീതി പറഞ്ഞു കൊടുക്കുകയാണ് ശുക്രന്. ശുക്രൻ എന്ത് ചെയ്തു? അതിനും തയ്യാറായിട്ടാണ്. കണധൂമം എന്ന് പറഞ്ഞാൽ രൂക്ഷഗന്ധമുള്ള വസ്തുക്കളാണ്. അഗ്നിയിൽ ഈ ദ്രവ്യങ്ങളെ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ പുക നമുക്ക് അസഹനീയമായിട്ട് തോന്നും. ഒരു ഉദാഹരണം, ഉണങ്ങിയ മുളക്, വറ്റൽ മുളക് ഒരെണ്ണെടുത്തിട്ടാൽ മതി അടുപ്പില്, ആ പ്രദേശത്ത് തന്നെ നമുക്ക് നിൽക്കാൻ പറ്റില്ല. അപ്പൊ അത് വളരെ അധികമാണെങ്കിലോ, വളരെയധികം ഇതാണ് ഈ കണധൂമം. രൂക്ഷഗന്ധമുള്ള വസ്തുക്കളെ പുകച്ച് ആ ധൂപം ഏറ്റുവാങ്ങിക്കൊണ്ട് തലകീഴായി തപസ് ചെയ്യുക. ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ്. അങ്ങനെ തപസ് ചെയ്തിട്ടാണ് ഒടുവിൽ അവിടെയും ഈ അസുരഗുരു പരാജയപ്പെടുന്നില്ല എന്ന് കണ്ടപ്പോൾ മഹാദേവന് തോന്നി, ഇയാളെ പുറത്തു വിട്ട അപകടമാണ്, ഈ വിദ്യ ഇത് പകർന്നു കൊടുക്കേണ്ടി വരും. അപ്പൊ നന്ദികേശ്വരനോട് പറയുകയാണ് ആ ശുക്രനെ കൊണ്ടുവരുന്ന, തപസ് ചെയ്യണ ശുക്രനെ അങ്ങനെ തന്നെ എടുത്ത് ഭഗവാന്റെ മുന്നിൽ കൊണ്ടുവച്ചു എന്നും ശിവപുരാണത്തിൽ ആണ് കുറച്ചുകൂടി ഈ കഥ വിസ്തരിക്കുക. അപ്പൊ പറയാണ്, ഈ ശുക്രനെ മുന്നിൽ കൊണ്ടുവച്ചതും ഭഗവാൻ എന്ത് ചെയ്തു? ഇയാളെ പുറത്തു നിർത്തിയാലേ കുഴപ്പമുള്ളൂ, ഇയാൾ തൻ്റെ ഉള്ളിൽ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് എടുത്ത് വിഴുങ്ങിയെന്നാണ്. പക്ഷെ അവിടെയും ഈ മഹാദേവന്റെ ഉള്ളിൽ ചെന്നിട്ടും അയാൾ തപസ് ഇതാക്കിയിട്ടില്ല, തുടരുക തന്നെയാണ്. അപ്പൊ എന്തു വന്നാലും തൻ്റെ ലക്ഷ്യം കണ്ടെത്തിയേ തീരൂ, അല്ലാതെ പിന്തിരിയില്ല എന്നുള്ള ആ ഒരു ദൃഢനിശ്ചയം അത് കണ്ടിട്ടാണ് ഒടുവിൽ പുറത്തു വരാൻ അനുമതി കൊടുത്തു. അങ്ങനെ ശുക്രമാർഗത്തിൽ കൂടിയിട്ട് പുറത്തു വന്നു. അന്ന് മുതലാണ് ശുക്രൻ എന്നറിയപ്പെടുന്നത്. അന്ന് മുതലാണ് ഈ അസുരഗുരുവായ ശുക്രനെ ഈ ഗ്രഹങ്ങളിൽ, ജ്യോതിഷത്തിൽ പറയുന്ന ഗ്രഹങ്ങളിൽ ഏറ്റവും ശുഭഗ്രഹമായിട്ട് പറയുന്നത് ശുക്രനാണ്. കാര്യം അസുരന്മാരുടെ ഗുരുവാണെങ്കിലും ശുക്രനെ നമ്മൾ കാണുന്നതും നമ്മൾ ശുക്രനെ കുറിച്ച് പറയുന്നതും ഒരു ശുഭത്തെ പ്രദാനം ചെയ്യുന്ന, ഐശ്വര്യത്തെ പ്രദാനം ചെയ്യുന്ന, അതിൻ്റെ ദേവതയായിട്ട് ലക്ഷ്മിയെ പറയും. അപ്പൊ അന്ന് അങ്ങനെയുള്ള വരങ്ങളൊക്കെ നേടിയ ശുക്രൻ മൃതസഞ്ജീവനി വിദ്യ നേടി. അപ്പൊ തപസ്സുകൊണ്ടാണ് ഏതൊന്നും സാധ്യമാവുക. മാർക്കണ്ഡേയന് മൃഗണ്ടു
ആ മൃഗണ്ടു മാർക്കണ്ഡേയനെ പുനരുജ്ജീവിപ്പിച്ചതും തപസ് നേടിയിട്ടാണ്. ആ മാർക്കണ്ഡേയനും അതേപോലെ തന്നെ മൃത്യുവിനെ പരാജിതനാക്കി എന്നുള്ളൊരു കഥ പ്രസിദ്ധമാണ്. അത് ചിലയിടങ്ങളിലൊക്കെ പരാമർശിച്ച് കാണാം. നമുക്കും ഇങ്ങനെ പറഞ്ഞു കേട്ട് തലമുറയായി കൈമാറി പറഞ്ഞു തന്നിട്ടുള്ളൊരു കഥയാണ് മാർക്കണ്ഡേയൻ ജനിച്ച സമയത്ത് അല്പായുസായിരുന്നു എന്നും, ഒരു 12 വയസ്സ് വരെയോ അത്ര മാത്രമേ ആയുസുള്ളൂ എന്ന് അറിയുന്ന ആ മാതാപിതാക്കൾക്ക് വലിയ സങ്കടമായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ട് ശിവഭജനമാണ് ചെയ്യാൻ ആരംഭിച്ചത് എന്നും, പറഞ്ഞതുപോലെ ആ നിശ്ചിത കാലയളവ് പൂർത്തിയായതോടുകൂടി ആ യമൻ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വരുന്നു, അന്തകൻ. അപ്പൊ ആ സമയത്ത് തന്നെ രക്ഷിക്കാൻ മറ്റാരുമില്ല എന്ന് കണ്ടിട്ടാണ് മാർക്കണ്ഡേയൻ ശ്രീപരമേശ്വരനെ ആശ്രയിച്ചുകൊണ്ട് ആ ഭഗവാന്റെ വിഗ്രഹത്തെ ആലിംഗനം ചെയ്തു എന്നും ഒക്കെയുള്ളൊരു കഥ. അപ്പൊ ഇവിടെ മാർക്കണ്ഡേയനാവട്ടെ മൃത്യുവിനെ പരാജിതനാക്കിയ ആളാണ്, അമരത്വം നേടിയ ആളാണ് മാർക്കണ്ഡേയൻ. ഭാഗവതത്തിൽ ഏറ്റവും ഒടുവിൽ ഈ കഥ വരുന്നുണ്ട്, മാർക്കണ്ഡേയൻ അനുഗ്രഹം കൊടുക്കുന്നതായിട്ട് പാർവതി പരമേശ്വരന്മാർ. അപ്പൊ അതുകൊണ്ട് തപസ് ചെയ്യൂ എന്ന് ഈ തന്റെ പുത്രന്മാര് ശൂരപത്മാദികളോട് ഈ പിതാവായിട്ടുള്ള കശ്യപൻ പറയുകയാണ്. അതുപോലെ തന്നെ അമ്മ മായയും അത് തന്നെയാണ്. അപ്പോൾ അമ്മ വീണ്ടും ഈ അച്ഛൻ എന്തൊക്കെയാണോ കശ്യപൻ എന്തൊക്കെയാണോ പറഞ്ഞത് അത് തന്നെ അമ്മ ഒരിക്കൽ കൂടി ആവർത്തിച്ചു. ഐശ്വര്യം, ആയുസ്, യശസ് ഇതൊക്കെ നമ്മൾ നേടിയെടുക്കേണ്ടതാണ്. അപ്പൊ ഭൂമിയിൽ ഒരു ഇടം, ഒരു മഹത്തായ ഇടം, ഒരു ദ്വീപുണ്ട്, വടദ്വീപ് എന്നറിയപ്പെടുന്ന. അവിടെ ചെന്ന് ആ ശ്രീപരമേശ്വരനെ നിങ്ങൾ തപസ് ചെയ്യണം. അങ്ങനെ തപസ് ചെയ്ത് ഭഗവത് ദർശനം നേടുക, വരങ്ങളെ നേടുക. അപ്പൊ അതിനുവേണ്ടി എന്തൊക്കെയാണ്, ഏതൊക്കെ രീതിയിലാണ് ഭജനം ചെയ്യേണ്ടത്, മന്ത്രദീക്ഷയൊക്കെ കൊടുത്തു. അവിടുന്ന് പറഞ്ഞയച്ചു എന്നാണ്. അപ്പൊ ഈ ശൂരപത്മാദികൾ തപസ്സിനായിട്ട് പുറപ്പെട്ടു. അത് കഴിഞ്ഞതോടെ ഈ പുത്രന്മാരുണ്ടായി. ഈ മായയ്ക്ക് കശ്യപനിൽ നിന്നും പുത്രന്മാരുണ്ടായി. അവരൊക്കെ തപസ്സിനായിട്ട് പോയി. അതിനുശേഷം ഈ മായ അവിടുന്ന് അന്തർധാനം ചെയ്തു. അപ്പൊ കശ്യപന് വലിയ സങ്കടമായി എന്നാണ്. തന്റെ പത്നിയെ കാണാതെ കശ്യപൻ വിഷമിക്കുകയാണ് ഈ മായയെ കാണാതെ. അപ്പോഴാണ് ബ്രഹ്മാവ് അവിടെ ആവിർഭവിക്കുകയും ചോദിക്കുകയാണ് കശ്യപനോട്, താങ്കൾ എന്തിനാണ് ദുഃഖിക്കുന്നത്? താങ്കൾ ചെയ്യുന്ന ഉപാസന ദുഃഖങ്ങളെയൊക്കെ നശിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് വിഷമിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ചില സമയത്ത് നമുക്ക് ജീവിതത്തിൽ ചില വിപരീത അനുഭവങ്ങൾ ഉണ്ടാവും, വന്നു ചേരുന്നതാണ് അപ്രതീക്ഷിതമായിട്ട്. നമ്മൾ മനഃപൂർവ്വം ആവില്ല, അതിങ്ങനെ യാദൃച്ഛികമായിട്ട് സംഭവിക്കേണ്ടതാവും. അതുപോലെ കരുതിയാൽ മതി. അങ്ങനെ പറഞ്ഞുകൊണ്ട് ബ്രഹ്മാവ് ആശ്വസിപ്പിക്കുകയും അവിടുന്ന് മടങ്ങുകയും ചെയ്തു. അപ്പൊ ഇവിടെ ഈ ശൂരപത്മാസുരൻ തന്റെ സഹോദരങ്ങളോടുകൂടി തപസ്സിന് പുറപ്പെട്ടു. അസുരഗുരുവായിട്ടുള്ള ശുക്രനെ കണ്ടു. അവരെ അനുഗ്രഹിച്ചു. അവർക്ക് ഈ ഗുരുനാഥനും ശിവ ഉപാസനയ്ക്ക് വേണ്ടതായിട്ടുള്ള മന്ത്രദീക്ഷയൊക്കെ കൊടുത്തു. എന്നിട്ടാണ് തപസ് ചെയ്യാനായിട്ട് ഉള്ള ഒരിടം തയ്യാറാക്കി. ഇവിടെ ഹോമകുണ്ഡമൊക്കെ തയ്യാറാക്കി. തപസ്സിന് ഒരു തരത്തിലുള്ള ഭംഗം വരാതിരിക്കാൻ വേണ്ടി കാവലിന് വേണ്ടിയിട്ട് ഭടന്മാരെ നിയോഗിച്ചു. ദ്രവ്യങ്ങൾ അഗ്നിയിൽ ആഹൂതി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സമിത്തുകളൊക്കെ സംഭരിച്ചു കൊണ്ടുവന്നു. എരിക്ക്, പിളാശ്, അതുപോലെ തന്നെ മറ്റ് ചമതകൾ, കൂടാതെ മറ്റു പല വ്യഞ്ജനങ്ങളും, കടുക്, എള്ള്, ഉഴുന്ന്, ഇങ്ങനെയുള്ള ധാന്യങ്ങൾ, ഒരു രക്തം, മൃഗങ്ങളുടെ മാംസവും രക്തവുമൊക്കെ, ഇതൊക്കെ അഗ്നിയിൽ ആഹൂതി ചെയ്യുന്നതാണ്. അങ്ങനെയുള്ളൊരു തമോഗുണ പ്രധാനമായിട്ടൊരു ആരാധനയാണ്. അപ്പൊ അവിടെ എല്ലാ ഒരുക്കങ്ങളും ചെയ്ത് തപസ് ആരംഭിക്കുകയാണ്.
കുറേ കാലം ഈ ശൂരപത്മനും മറ്റുള്ളവരും മറ്റു സഹോദരന്മാരും ഒക്കെ ചേർന്ന് വിധിപ്രകാരം ഗുരുപദേശം അനുസരിച്ചിട്ടുള്ള ഉപാസനകളെല്ലാം ചെയ്തുവെങ്കിലും പക്ഷേ ഭഗവത് ദർശനം കിട്ടുന്നില്ല, ശിവദർശനം കിട്ടുന്നില്ല. അങ്ങനെ വന്നപ്പോഴാണ് ഈ ശൂരപത്മാസുരൻ എന്തായി, തപസ് മതിയാക്കാമെന്ന് നിശ്ചയിക്കുകയാണ്. ഇത്ര കാലം കഴിഞ്ഞിട്ടും ഒരു ഭഗവത് അനുഗ്രഹം തനിക്ക് കിട്ടുന്നില്ല, പിന്നെ എന്തിനാണ് ഇങ്ങനെ തുടരുന്നത് എന്ന് ചിന്തിച്ചിട്ടാണ് വേഗം ആ ഹോമകുണ്ഡത്തിലേക്ക് എടുത്തു ചാടിയത്. അപ്പൊ അവിടെ ഒരു വജ്രസ്തംഭം സ്ഥാപിച്ചിട്ടുണ്ട് എന്നാണ്. അതിലേക്കാണ്, അപ്പൊ അതിന്റെ ഭാഗത്തായിട്ടാണ് ഹോമകുണ്ഡം. അതിലേക്ക് എടുത്തു ചാടിയ ശരീരം പിളർന്നു എന്നാണ്. മറ്റൊരു സഹോദരനായിട്ടുള്ള സിംഹമുഖനും തന്റെ ശിരസിനെ മുറിച്ചു മാറ്റി ആഹൂതി ചെയ്യാൻ തയ്യാറാകുമ്പോൾ ആ ശിരസ് മുറിച്ചു മാറ്റുമ്പോൾ പുതിയ ശിരസ് ഉണ്ടാവുകയാണ്. ഇങ്ങനെ ഇവരൊക്കെ തന്നെ വ്യത്യസ്ത രീതിയിൽ ഈ ആത്മാഹുതി ചെയ്യാൻ ശ്രമിച്ചുവെങ്കിലും പക്ഷെ അതുപോലും കഴിയുന്നില്ല. അവരുടെ ആ തപസ്സിന്റെ കാഠിന്യം കൊണ്ട് അവര് ആ മരണത്തെ പോലും അതിജീവിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നാണ്. ഹോമകുണ്ഡത്തിലേക്ക് എടുത്തു ചാടിയ അഗ്നികുണ്ഡത്തിൽ തന്റെ ശരീരത്തെ ചുട്ടരിച്ചു കളയാൻ വേണ്ടി ആത്മാഹുതി ചെയ്തതായ ആ ശൂരപത്മനും ശരീരത്തിനൊന്നും സംഭവിക്കുന്നില്ല, വീണ്ടും പൂർവ്വരൂപത്തെ പ്രാപിക്കുകയാണ്. ഇങ്ങനെ ഏറ്റവും ഒടുവിൽ ആ ഭഗവാൻ ദേവീ സമേതനായി, അംബികാ സമേതനായിട്ട് ദർശനം നൽകുകയാണ്. കവർദ ബദ്ധചന്ദ്രാർത്ഥ സമലംകൃതമസ്തക സ്ഫുരൽ ജടാതടോത്സർപ്പി തടിനീ പരിമണ്ഡിത ഭൂതിഭൂഷിത സർവാംഗോ രുദ്രാക്ഷഭിരാവൃത ആരുഹ്യ ശാക്വരം ദിവ്യം നാനാലങ്കാരശോഭിതം മഹദാകുതായുക്തം മഹത് കന്ധരബന്ധുരം വാദ്യപ്രഭേദേഷു ഭിത താടിതേഷു തഥാ ദൃശ്യം. ആ രുദ്രാക്ഷമാലകളെ ധരിച്ച് ഭസ്മലേപനം ചെയ്ത് സർപ്പങ്ങളെ കൊണ്ടുള്ള ആഭരണങ്ങളെ ധരിച്ച് ആ ഋഷഭത്തിന്റെ ഉപരിയായിട്ട് ഋഷഭത്തിന്റെ മുകളിൽ വിരാജിക്കുന്നതായിട്ടുള്ള ശ്രീപരമേശ്വരനെ കണ്ടു എന്നാണ് ദേവിയോടുകൂടി. ശിവഗണങ്ങളുടെ അകമ്പടിയോട് കൂടിയിട്ടാണ് വേഗം തന്നെ ശൂരപത്മനും മറ്റു സഹോദരന്മാരും ആ മഹാദേവനെ നമസ്കരിച്ചു, സ്തുതിക്കാൻ ആരംഭിച്ചു. ചോദിച്ചു, നിങ്ങൾക്ക് എന്താണ് വരം വേണ്ടത്, എന്താണ് ആഗ്രഹം? അപ്പൊ ഇവിടെ ശൂരപത്മൻ ആവശ്യപ്പെടുകയാണ്, ലോകം മുഴുവനും ഒരു കുടക്കീഴിലാക്കി എൻ്റെ ഭരണത്തിന്റെ കീഴിലായിരിക്കണം. ദേവന്മാരൊക്കെ എൻ്റെ മുന്നിൽ എത്തുമ്പോൾ ഭയപ്പെട്ടുകൊണ്ട് നിൽക്കണം. അവരുടെയൊക്കെ ആയുധങ്ങളെ അവരെനിക്ക് പ്രദാനം ചെയ്ത് എൻ്റെ മുന്നിൽ സേവകന്മാരെ പോലെ വർത്തിക്കണം. ബ്രഹ്മാണ്ടങ്ങളുടെ മുഴുവനും സർവാധിപത്യം, അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ ആവശ്യപ്പെടുന്നത്. ഈ ശൂരപത്മാസുരന്റെ ആവശ്യങ്ങളെല്ലാം അംഗീകരിച്ചു. പക്ഷേ ഭഗവാൻ പറഞ്ഞു, ഒരു നിശ്ചിത കാലയളവ്, അത്ര മാത്രമേ ഇതൊക്കെ നീ ആവശ്യപ്പെട്ടതായ ഈ ബ്രഹ്മാണ്ടങ്ങളുടെ ആധിപത്യം, ഒരു നിശ്ചിത കാലയളവ് അത്രയും അനുവദിക്കാം, അതിൽ കൂടുതൽ പറ്റില്ല. പക്ഷെ അത് തന്നെ യുഗപ്രമാണം എന്നാണ് ഇവിടെ പറയണത്, ചെറിയ കാലയളവൊന്നുമല്ല. അത്രയും കാലം നിനക്ക് നിന്റെ ഈ ആഗ്രഹം പോലെ തന്നെ സകലതിനെയും കീഴടക്കി ഭരിക്കാനുള്ള ഒരു പ്രഭാവം ഉണ്ടായിരിക്കും എന്നാണ്. അങ്ങനെ അനുഗ്രഹിച്ചു. അതുപോലെ തന്നെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ആയുധങ്ങൾ, വജ്രതുല്യമായിട്ടുള്ളൊരു ശരീരം, അനേകം അസുര സൈന്യങ്ങൾ, ചതുരംഗ സേനകൾ, അതൊക്കെ ഭഗവാൻ പ്രത്യേകമായിട്ട് പ്രദാനം ചെയ്തു. ഇനി നീ ആരോട് യുദ്ധം ചെയ്താലും
നിനക്ക് വേറെ ഒരു തരത്തിലും നാശമുണ്ടാവില്ല, എൻ്റെ അനശ്വരമായ ശക്തി കൊണ്ട് മാത്രമേ നിനക്ക് നാശം സംഭവിക്കൂ. അങ്ങനെയാണ് ആ ഭഗവാൻ മഹാദേവൻ വരം കൊടുത്തിട്ടുള്ളത് ശൂരപത്മാസുരന്. അപ്പൊ ശിവാംശമായിട്ട്, ശിവനിൽ നിന്നും ഉത്ഭവിക്കുന്ന ഒരു ദേവന് മാത്രം, ശിവാംശമായിട്ടുള്ള ഒരു കുമാരന് മാത്രമേ, അല്ലെങ്കിൽ ഒരു ദേവന് മാത്രമേ ഈ അസുരനെ നിഗ്രഹിക്കാൻ കഴിയൂ. മറ്റാർക്കും തന്നെ അത് സാധ്യമാവില്ല എന്നുകൂടി വരം പ്രദാനം ചെയ്തുകൊണ്ട് അന്തർധാനം ചെയ്യുകയാണ്. ഇപ്പൊ ശൂരപത്മാദികൾക്ക് വലിയ സന്തോഷമായി. തൻ്റെ അനുജന്മാരോടുകൂടി അവിടുന്ന് നൃത്തം ചെയ്തുകൊണ്ട് എന്നാണ്, ആയുധങ്ങളൊക്കെ കയ്യിലേന്തി അട്ടഹസിച്ചുകൊണ്ടാണ് മടങ്ങിയത്. തൻ്റെ ഒപ്പമുള്ളവരോട് പറഞ്ഞു, നമ്മൾ വളരെയധികം കാലം കാത്തിരുന്നിട്ടാണ് നമുക്കിപ്പോ ഈ ഒരു വരം കിട്ടിയത്. ഇനി വേണ്ടതുപോലെ ഭരിക്കുക എന്നാണ്. വേഗം തന്നെ ഈ ശൂരപത്മാസുരൻ തൻ്റെ സഹോദരന്മാരോടൊപ്പം ആ പിതാവായിട്ടുള്ള കശ്യപന്റെ മുന്നിൽ വന്നു നമസ്കരിച്ചു. എനിക്ക് ആ ശ്രീപരമേശ്വരൻ ഈ ബ്രഹ്മാണ്ടങ്ങളുടെ തന്നെ ആധിപത്യം പ്രദാനം ചെയ്തു. ഇനി എനിക്ക് അങ്ങ് വേണ്ട ഉപദേശങ്ങൾ തന്നാലും, ബുദ്ധിയെ ഉപദേശിച്ചാലും. അപ്പൊ കശ്യപനെ സംബന്ധിച്ചിടത്തോളം ദേവന്മാരും കശ്യപന്റെ തന്നെ പുത്രന്മാരാണ്, കശ്യപന്റെ തന്നെ അംശത്തിൽ വരുന്നവരാണ്. ഇനി വരാൻ പോകുന്ന ആപത്തുകളെ മുൻകൂട്ടി കണ്ട കശ്യപൻ പറഞ്ഞു ഈ ശൂരപത്മാസുരനോട്, നിന്റെ ആ പരമ്പരയ്ക്ക്, അസുര പരമ്പരയ്ക്ക് ആചാര്യനായിട്ടുള്ള ശുക്രനാണ്, ആ ശുക്രനെ സമീപിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നിയോഗിക്കുകയാണ് ചെയ്തത്. അങ്ങനെ എല്ലാവരും ശുക്രാചാര്യരുടെ സമീപത്ത് ചെന്നു, വിനയത്തോടു കൂടി അങ്ങനെ തൊഴുതു നിന്നു. എന്നിട്ട് ശുക്ര മഹർഷി ആ ശൂരപത്മനെ സ്വീകരിച്ച് ഉപദേശങ്ങളൊക്കെ കൊടുക്കുകയാണ്. അപ്പൊ ശൂരപത്മനോട് മാത്രമായിട്ട് ഇവിടെ ശുക്രൻ കുറച്ച് കാര്യങ്ങളെ ഉപദേശിച്ചു എന്നാണ്. നീ ചില സംഗതികളെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഈ ശരീരം സ്വീകരിക്കുന്ന ജീവൻ, അല്ലെങ്കിൽ ശരീരത്തിൽ ജീവനായിട്ട് പ്രകാശിക്കുന്നത്, അത് ഏതുപോലെയാണ്? ഘടാകാശം, അത് ആ ഘടം ഉടഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണോ അത് മഹാകാശമായിട്ട് പരിണമിക്കുന്നത്. ഭഗ്നേകളെ ഘടാകാശോ മഹാകാശേ പ്രലീയതേ. ഇത് ഒരു വേദാന്തത്തെയാണ് തത്വോപദേശ രൂപേണ പറഞ്ഞു കൊടുക്കുന്നത്. മഹാകാശം, ഘടാകാശം, ഇതൊക്കെ വേദാന്ത വിഷയത്തിൽ നമ്മൾ പ്രതിപാദിച്ചു കാണുന്ന സംഗതിയാണ്. സംഗതി ഇത്രയേ ഉള്ളൂ. ആകാശം അല്ലെങ്കിൽ നമ്മൾ പറയുന്ന സ്പേസ്, അതിൽ നമ്മൾ എവിടെയെങ്കിലും ഒരു മണ്ണ് കൊണ്ടൊരു പാത്രം ഉണ്ടാക്കി ഉള്ളുപൊള്ളയായ ഒരു മൺപാത്രം എടുത്തു വച്ചാൽ അതിൻ്റെ ഉള്ളിലും ശൂന്യമായിട്ട് കാണപ്പെടുന്ന ഇടം, അതിന് പറയുന്ന പേരാണ് ഘടാകാശം. കുടത്തിന്റെ പാത്രത്തിന്റെ ഉള്ളിലുള്ള ആകാശം. അത് ഈ പുറമേയുള്ള ആകാശത്തിൽ നിന്നും വ്യത്യസ്തമാണ്. അതിന് കാരണം ഈ മണ്ണ് കൊണ്ടുള്ളൊരു ആവരണം, ഒരു ഉപാധി നിലനിൽക്കുന്നത് കൊണ്ടാണ്. അപ്പൊ തൽക്കാലത്തേക്ക്, കുറച്ചു സമയത്തേക്ക് ഇത് വേറെ വേറെയാണ്. പുറമേയുള്ള ആകാശം വേറെ. നമുക്ക് കുറച്ചുകൂടി എളുപ്പം പറഞ്ഞാൽ, നമ്മളൊരു പാത്രം എടുത്ത് ഈ ഒരു ജലത്തില് ഒരു കുളത്തിന്റെ ഇതിലെ പടവില് വെള്ളം ഉണ്ടെങ്കിൽ നമ്മൾ നോക്കിക്കോളൂ. ഒരു പാത്രം എടുത്ത് മുക്കിയിട്ടാൽ എങ്ങനെ ഉണ്ടാവും? കുളത്തിൽ നിറച്ച് ജലമുണ്ട്, വെള്ളമുണ്ട്. നമ്മളൊരു പാത്രം എടുത്ത് ആ വെള്ളത്തിൽ താഴ്ന്ന് കിടക്കാൻ പാകത്തിന് ഇട്ടു. അതിൽ നിറച്ച് വെള്ളമുണ്ട്. അതിങ്ങനെ ആ കുളത്തിലെ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുകയാണ്. അപ്പോൾ ആ പാത്രത്തിലും വെള്ളമുണ്ട്, ഈ ജലാശയത്തിലും നിറച്ച് വെള്ളമുണ്ട്. പക്ഷെ ഈ പാത്രത്തിന്റെ ഉള്ളിലെ വെള്ളം വേറെയാണ്. അങ്ങനെ വേറെയായിട്ട് നിൽക്കാൻ കാരണം ഈ പാത്രമാകുന്ന ഉപാധി കൊണ്ടാണ്. അതാണ് ഇവിടെ പറഞ്ഞത്,
ഭഗ്ന ശരീരേന്ദ്രിയ സംയുക്തോ ലീലാമാത്ര പ്രയോജന ഭഗ്നേ ഘടേ മഹാഘടാകാശോ മഹാകാശേ പ്രലീയതേ തദ്വത് ദേഹവിനാശേന ജീവസ്തു ശിവതാം ഗത തസ്മാൽ പുണ്യാനി പാപാനി മിഥ്യാരൂപാണി സത്യത മോക്ഷാപ്യേവം തതസ്ത്വന്തു സ്വാത്മാനം ബ്രഹ്മരൂപിണം മത്വാ ശോകം വിമുഞ്ചാച ബ്രഹ്മവിശ്വാദിദേവത. ഇവിടെ താത്വികമായ ഒരു ഉപദേശം തന്റെ ശിഷ്യന് കൊടുക്കുകയാണ് ശുക്രൻ. ഈ ജീവൻ ശരീരത്തിൽ പ്രവർത്തിക്കുമ്പോൾ, പ്രതിഫലിക്കുമ്പോൾ അത് പരിമിതികളുള്ള, പല കാര്യങ്ങളും ചെയ്യാൻ പറ്റാത്ത ന്യൂനതകളുള്ള ഒന്നായിട്ട് വർത്തിക്കുകയാണ്. നമ്മളൊക്കെ ഈശ്വര സ്വരൂപികളാണ് എന്നൊക്കെ പറയുമെങ്കിലും നമ്മളെ കൊണ്ട് ഇപ്പോ സാധ്യമല്ലാത്ത പലതും ഉണ്ട് പ്രപഞ്ചത്തില്. മനുഷ്യ സാധ്യമല്ലാത്ത പലതും നടക്കുന്നുണ്ട്. കാലം നിയന്ത്രിക്കാൻ പറ്റില്ല, കാലത്തിന് വരുന്ന വ്യതിയാനങ്ങളെ നിയന്ത്രിക്കാൻ പറ്റില്ല. എന്തെല്ലാം പ്രതിഭാസങ്ങൾ നമുക്ക് ചുറ്റും നടക്കുന്നു. മഴ അധികം പെയ്യുന്നു, മഴ പെയ്യാതിരിക്കുന്നു, അതികഠിനമായിട്ടുള്ള വേനലുണ്ടാകുന്നു. ഇങ്ങനെ പ്രകൃതിയിൽ വരുന്ന പലതിനെയും നമ്മുടെ മനുഷ്യ നിയന്ത്രണത്തിലല്ല. അപ്പൊ അതിന്റെ അർത്ഥം നമ്മൾ ഈശ്വര സ്വരൂപികളാണ് എന്ന് പറഞ്ഞാലും നമുക്ക് എന്തോ എവിടെയോ ഒരു ന്യൂനതയുണ്ട്, ഒരു പോരായ്മ. അപ്പൊ ഈ ഉപാധി, ശരീരമാകുന്ന ഉപാധിയിൽ പ്രവർത്തിക്കുമ്പോ എന്താവുന്നു? ഒരു അല്പം ന്യൂനത, ഒരു കുറവ്. ഈ ഉപാധി നശിച്ചു കഴിഞ്ഞാലോ, ആദ്യം പറഞ്ഞ പോലെ വെള്ളത്തില് താഴ്ത്തിയിട്ടിരിക്കണ ഈ പാത്രം അങ്ങോട്ട് ഉടഞ്ഞുപോയി, മൺപാത്രം ഉടഞ്ഞുപോയി എന്ന് വിചാരിക്കുക. അപ്പൊ അതിന്റെ ഉള്ളിലെ ജലം എവിടെ പോയി? അത് ഈ ജലാശയത്തിലെ ജലത്തിലേക്ക് ലയിച്ചു എന്ന് പറയുന്നത് പോലെ ഈ ശരീരം അങ്ങോട്ട് വിട്ടുകഴിഞ്ഞാൽ ജീവൻ ആ പരമാത്മ ചൈതന്യത്തിൽ പോയി ചേരുകയാണ്. അങ്ങനെ നോക്കുമ്പോൾ വേദാന്തത്തിന്റെ ദൃഷ്ടിയിൽ താത്വികമായി നോക്കിയാൽ പുണ്യപാപങ്ങളൊന്നുമില്ല, നരകവും സ്വർഗവും വേറെയില്ല. അപ്പൊ എന്ത് വേണം? ഒന്നിനെ കുറിച്ച് ആലോചിച്ച് ക്ലേശിക്കേണ്ട ആവശ്യമില്ല. ആ ശ്രീപരമേശ്വരനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഇന്ദ്രാദി ദേവന്മാരെയൊക്കെ ഭയപ്പെടുത്തുക, അവരുടെ പദവികളൊക്കെ നീ തന്നെ നേടിയെടുക്കുക. ശത്രുക്കളോട് എങ്ങനെ വേണം? പല രീതിയിലാണ് വേണ്ടത് എന്നാണ്. കൊല്ലേണ്ടവരെ കൊല്ലണം, സ്നേഹം പ്രകടിപ്പിക്കേണ്ടിടത്ത് സ്നേഹം പ്രകടിപ്പിക്കണം, വഞ്ചിക്കേണ്ടിടത്ത് വഞ്ചിക്കണം. അപ്പൊ നീയും നിന്റെ സഹോദരങ്ങളോടുകൂടി ഇത് മുഴുവനും പാലിച്ചു കൊള്ളുക. ഇങ്ങനെ ശുക്രൻ കുറെ ഉപദേശങ്ങളൊക്കെ കൊടുത്തു. അപ്പൊ ഇവിടെ കുറച്ച് നാസ്തിക ഭാവത്തിലാണ്, നാസ്തികന്മാരുടെ ആ ഒരു ഭാഷ ഉപയോഗിച്ചിട്ടാണ് ഈ ഉപദേശം കൊടുത്തിരിക്കുന്നത്. ഒന്നും നോക്കാനില്ല, പുണ്യമില്ല, പാപമില്ല, സ്വർഗവുമില്ല, നരകവുമില്ല. മറുവശത്ത് അങ്ങനെയല്ലല്ലോ, സ്വർഗവും നരകവും ഉണ്ട് എന്ന് പറഞ്ഞ് ഭയപ്പെടുത്തിയിട്ടാണ് അങ്ങനെ ചെയ്യരുത്, അത് പാപമാണ്, കുറെ നിബന്ധനകൾ വെച്ചിട്ട്. അതാണ് ഈ ചട്ടക്കൂടിന്റെ ഉള്ളിൽ നിർത്താൻ ശ്രമിക്കുമ്പോഴാണ് പലപ്പോഴും പലരും ഈ മതമൊക്കെ വിട്ടുപോവുക. കാണാറുണ്ടല്ലേ അങ്ങനെയുള്ള സംവാദങ്ങൾ ധാരാളമായിട്ട് ഇപ്പൊ കേൾക്കാം, കാണാം. നമ്മളെ കൂടുതൽ ബന്ധവസാക്കി, കൂടുതൽ നിബന്ധനകൾ വയ്ക്കുന്തോറും നമുക്കത് പൊട്ടിച്ചെറിയാനുള്ള ത്വര, വ്യഗ്രത അധികമാണ് മനുഷ്യന്. നമ്മൾക്ക് ഈ സനാതന ധർമ്മത്തിലെ ഈ ബന്ധനം എന്നുള്ള, അല്ലെങ്കിൽ ഒരു നിർബന്ധിതമായ ഒരു ചട്ടക്കൂടി ഇല്ലാത്തത് കൊണ്ടാണ് ഈ നിലാപത്തഴിച്ചു വിട്ട പോലെ നടക്കുന്നത്. നമുക്ക് ചില സംഗതികളിൽ അത് ദോഷകരമായി തോന്നുമെങ്കിലും ഒരു കണക്കിന് ഗുണമാണ്. നമുക്കിത് ഏതും ആവാം. ഇവിടെ ഇരുന്ന് ഇത് പറയാം, ഇതേ വേദിയിൽ വേണമെങ്കിൽ നാളെ ഒരു നാസ്തികനെ വിളിച്ചിരുത്തി പ്രഭാഷണം ചെയ്താലും നമ്മൾ കേൾക്കാനിരുന്നോളൂ. നമുക്കങ്ങനെ ഇതൊന്നുമില്ല. അയാൾ ചെയ്യണത് ഈശ്വരനില്ല, ആ വിഷയത്തെ തിരിച്ചാ പറയണത്. അങ്ങനെയുള്ള ആ ഒരു ഭേദവ്യത്യാസമൊന്നും നമ്മളുടെ ധർമ്മത്തിൽ, സനാതന ധർമ്മത്തിലില്ല. ശ്രീരാമചന്ദ്രൻ പോലും ചർവാകനെ അംഗീകരിച്ചിട്ടുള്ള ആളാണ്. അവിടെ അദ്ദേഹത്തിന്റെ അടുത്ത് ആ ചർവാക സമ്പ്രദായം അതിനെ പറയാൻ വന്ന ആ മഹർഷിയെ അംഗീകരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിനോട് സംവദിക്കാൻ തയ്യാറായാണ്.
അപ്പൊ ഇവിടെ ഈ ശുക്രൻ ഉപദേശങ്ങളൊക്കെ കൊടുത്തു. എന്നിട്ടാണ് ലോകം മുഴുവൻ കീഴടക്കിക്കൊണ്ട് ഈ ശൂരപത്മാസുരൻ തന്റെ പ്രയാണം ആരംഭിക്കുകയാണ് ചെയ്തത്. അപ്പൊ ഈ ശൂരപത്മാസുരൻ ഒപ്പമുള്ള മറ്റസുരന്മാർ, ഈ താരകനൊക്കെ ശൂരപത്മന്റെ ഗണത്തിൽപ്പെടുന്നതാണ്. താരകാസുരനെ സുബ്രഹ്മണ്യൻ നിഗ്രഹിച്ചു എന്ന് നമ്മൾ മുൻപ് പറഞ്ഞുവെങ്കിലും ആ ആസുരകാണ്ഡത്തിലാണ് അവരുടെ ചരിത്രം കൂടുതലായിട്ട് വരുന്നത്. അപ്പൊ സകലയിടങ്ങളിലും ഈ ശൂരപത്മാസുരൻ മറ്റു അനുജന്മാരും സൈന്യങ്ങളോടുകൂടി ചെന്ന് കുബേരന്റെ ലോകം, ഇന്ദ്രന്റെ പുരി, അളകാപുരി, സമയപനീപുരി, ഇങ്ങനെ ഓരോ ഇടത്തും ചേർന്ന് അവിടെ മുഴുവൻ കീഴടക്കി ആയുധങ്ങളെ പിടിച്ചടക്കി എല്ലാവരെയും അടിമകളാക്കി മാറ്റുകയാണ്. ഇത്തരത്തിൽ എല്ലായിടത്തും ആ അസുരീകത വ്യാപരിക്കാൻ തുടങ്ങുന്നു എന്നാണ്. ഇപ്പൊ ഏത് പുരാണം എടുത്താലും പുരാണ കഥകളിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒന്നാണ് ഈ അസുര ദേവ സംഘർഷം എന്നുള്ളത്. ദേവന്മാരും അസുരന്മാരും തമ്മിൽ യുദ്ധം ഉണ്ടാവുക. എന്നിട്ടോ അവിടെ ചില സമയത്ത് അസുരന്മാർക്ക് വിജയം ഉണ്ടാവണം, മറ്റു ചില സമയത്ത് ദേവന്മാര് വിജയിക്കണം. ഇതൊരു തുടർ പ്രക്രിയ എന്നതുപോലെ കാണാവുന്ന ഒരു കാര്യമാണ്. ഇത് നിർത്താൻ പറ്റില്ലേ, അവസാനിപ്പിക്കാൻ പറ്റില്ലേ? ഇപ്പൊ ദേവി മഹാത്മ്യത്തിന്റെ അവസാനം, അതായത് നാരായണീ സ്തുതി വരുമ്പോ കാണാം, ദേവി മഹാത്മ്യത്തിലെ മൂന്നാമത്തെ കഥയും കഴിഞ്ഞിട്ട് ദേവന്മാരെ സ്തുതിക്കുമ്പോഴാണല്ലോ ദേവി അനുഗ്രഹം കൊടുക്കുന്നത്. നാരായണീ സ്തുതിയുടെ ഒടുവിലേക്ക് വരുമ്പോ അവിടെ എന്താ പറയണത്? ഈ ആശീർവാദം ആയിട്ട് നൽകുന്ന വാക്കുകളിൽ എന്താ കാണാൻ കഴിയുന്നത്? ഭാവിയിലും ഇനിയും ഇതേപോലെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് പല ഭയവും ഉണ്ടാവും, പല പ്രയാസവും ഉണ്ടാവും. അപ്പോഴൊക്കെ ആ സമയത്ത് നിങ്ങളുടെ ഭയത്തിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കാനായിട്ട് ഞാൻ അവതരിക്കും എന്നാണ്. എന്നാ പിന്നെ ഇത് വേണ്ട, ഇനി അങ്ങനെ സംഭവിക്കില്ല എന്നങ്ങോട്ട് പറഞ്ഞുകൂടെ? അങ്ങനെയല്ലോ പറയേണ്ടത്. ഇപ്പൊ നിങ്ങൾക്കുണ്ടായ ബുദ്ധിമുട്ട്, പ്രയാസത്തിന് ഇപ്പൊ തീർത്തിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല, പക്ഷെ എന്ന് കരുതി സമാധാനിക്കണ്ട, ഇനിയും വരും. ഇതാണ് ജീവിതം എന്നാണ്. ലോകത്തില് നമ്മൾ ദുഃഖം വരുമ്പോ ദുഃഖം നീക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിച്ചു, ഹാവു സമാധാനായി എന്ന് ഇരിക്കുമ്പോഴേക്കും അടുത്ത ദുഃഖം വരും. ഇതങ്ങോട്ട് കഴിഞ്ഞ് നമ്മൾ പറയില്ലേ, നടു നിവർത്തിയില്ല, അതിനു മുമ്പ് അടുത്തത്. ഒരു പ്രശ്നം കഴിഞ്ഞ് അതിനുള്ള പരിഹാരം കണ്ടെത്തി സമാധാനിക്കുമ്പോഴേക്കും അടുത്തത് വരികയാണ്. ഇതാണ് ജീവിതം എന്ന് കാണിച്ചു തരികയാണ്. അപ്പൊ ഈ സംഘർഷങ്ങൾ എന്ന് പറയണത് ദേവ അസുര യുദ്ധമായിട്ട് പറഞ്ഞ നമ്മൾക്കിടയിൽ നമുക്ക് തന്നെയുള്ള സംഘർഷങ്ങളെ തന്നെയാണ്. അതാണ് യുദ്ധം ബാഹ്യമല്ല ആന്തരികമാണ് എന്ന് പറഞ്ഞത്. പുരാണങ്ങളിൽ പറയുന്ന യുദ്ധവർണ്ണനകളൊക്കെ പുറമേക്ക് എവിടേക്കെങ്കിലും, ഇപ്പൊ വേണമെങ്കിൽ നമുക്ക് ഭാരത യുദ്ധം കുരുക്ഷേത്ര ഭൂമിയിൽ നടന്നത്, അതിനെ അങ്ങനെ പറയാം. അവിടെ ഇന്നും ആ കുരുക്ഷേത്രമുണ്ട്, അവിടെ സെമന്ത പഞ്ചകം എന്ന തീർത്ഥമുണ്ട്. അതൊക്കെ ഒരു പരിധിവരെ ശരിയാണെങ്കിലും വാസ്തവത്തിൽ ഈ യുദ്ധം മുഴുവനും ആന്തരിക സംഘർഷമാണ്. അതുകൊണ്ടാണ് യുദ്ധം ഇത്രയധികം വിസ്തരിക്കപ്പെടാൻ ഇടയായത്. രാമായണത്തിലാണെങ്കിലും ഭാരതത്തിലാണെങ്കിലും ഇതര പുരാണങ്ങളിലാണെങ്കിലും യുദ്ധകാന്ഡം അല്ലെങ്കിൽ ആസുരകാന്ഡം ഒക്കെ വളരെ വിസ്തരിച്ച് പറഞ്ഞതായിട്ട് കാണാം. അപ്പൊ നമ്മളുടെ ഉള്ളിലെ സംഘർഷങ്ങളാണ്, അതിന് ഒരവസാനമില്ല, അതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിനെ പ്രകടമാക്കിക്കൊണ്ട് അതിനെ നശിപ്പിക്കുക അല്ലെങ്കിൽ അമർച്ച ചെയ്യുക, അതിനുള്ള ഉപായം എന്ത്? അതുകൊണ്ടാണ് ഈ വ്യത്യസ്തമായ അവതാരങ്ങളെ പറയുന്നത്. ഇപ്പൊ ഒരു പ്രശ്നത്തിന് ഒരു പരിഹാരം, അതേ പരിഹാരം തന്നെ, അതേ സൊല്യൂഷൻ തന്നെ നമുക്ക് എല്ലായിടത്തും പറ്റിക്കൊള്ളുന്നില്ല. ചില സമയത്തും ഒരു മുള്ളെടുക്കാൻ മറ്റൊരു മുള്ളു മതി എന്ന് പറയുന്നത് പോലെ, കാലിൽ കൊണ്ടുകയറിയ മുള്ള എടുക്കണം. നടന്നു പോകുമ്പോൾ ചെരുപ്പിടാതെ പോയപ്പോൾ കാലിൽ ഒരു മുള്ളു കൊണ്ട് കയറി, അതെടുത്ത് കളയാൻ നമുക്കൊരു ചെറിയ പിന്നോ
ഒരു മറ്റൊരു മുള്ളോ മതി, കണ്ടകം കണ്ടകേനയവ എന്നൊക്കെ ഭാഗവതത്തിലൊക്കെ കാണാൻ പറ്റും. മുള്ളിനെ മുള്ളുകൊണ്ട് എടുക്കുക. കാലിൽ മുള്ളുകൊണ്ടാ ഉടനെ ആംബുലൻസ് വിളിച്ചു വരുത്തിയിട്ട് ആശുപത്രി പോകാറില്ല. 108 വിളിച്ചു, ആംബുലൻസ് വരുത്തി, അതിൻ്റെ മുകളിൽ കയറി കിടന്ന് അവിടെ ചെന്ന് ഓപ്പറേഷൻ തിയേറ്ററിൽ കയറി കീറിയെടുക്കേണ്ട സംഗതിയൊന്നുമല്ല. ഒരു നിസ്സാരം ഒരു മുള്ള്. പണ്ടൊക്കെ ആണെങ്കിൽ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ പോണ വഴിയിൽ ഈ പാല നിപ്പുണ്ടാവും, കൂനൻ പാല. അതൊടിച്ച് 2 ഡ്രോപ്പ് അവിടെ അതിൽ ഇറ്റിക്കും. എന്നിട്ട് വേറെ ഒരു മുള്ള് അല്ലെങ്കിൽ അടുത്തുള്ള കൂട്ടുകാരിയുടെ ചോദിക്കും, നീ ആ പിന്നൊന്ന് തന്നേ. ആ പിന്ന് വാങ്ങി പതുക്കെ 4 പ്രാവശ്യം ഇങ്ങനെ തിക്കിയാൽ അതിങ്ങനെ തള്ളിപ്പോരും. കഴിഞ്ഞു. വളരെ നിസ്സാരമായ ഒരു സൊല്യൂഷനാണ് എന്ന് കരുതി എല്ലായ്പ്പോഴും അത് പറ്റില്ല. നമുക്കൊരു വലിയൊരു അപകടമാണ് ഉണ്ടായതെങ്കിലോ, വലിയ മുറിവാണ്, ആഴത്തിലുള്ള മുറിവാണ്, അപ്പൊ ഇതൊന്നും പറ്റില്ല. ഈ പറഞ്ഞ ഇതൊന്നും ചെയ്താൽ പോരാ, വേഗം മറ്റുള്ളവർ കൂടി നമ്മളെ എടുത്തു ആശുപത്രി കൊണ്ടുപോകും എന്ന് പറയുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾക്കനുസരിച്ചിട്ടാണ് അതിൻ്റെ പ്രതിവിധികളും വരേണ്ടത്. ഇപ്പൊ അവതാരങ്ങളെ നോക്കിയാലും അങ്ങനെയാണല്ലോ. നമുക്ക് പരിചയമുള്ള ഭാഗവതത്തിൽ തന്നെയുള്ള അവതാരങ്ങളെ നോക്കിക്കോളൂ. പ്രഹ്ലാദന്റെ അടുത്ത്, അല്ലെങ്കിൽ പ്രഹ്ലാദനെ രക്ഷിക്കുവാൻ വേണ്ടി ഹിരണ്യകശിപുവിനെ നിഗ്രഹിക്കാൻ എടുത്ത അവതാരം നരസിംഹാവതാരാണ്. ഭഗവാൻ എടുത്തത്, മഹാവിഷ്ണു എടുത്തത് നരസിംഹാവതാരം. ആ പ്രഹ്ലാദന്റെ പുത്രൻ വിരോചനപുത്രൻ ബലി, അതായത് പ്രഹ്ലാദന്റെ പേരക്കുട്ടി. പ്രഹ്ലാദൻ അപ്പോഴും ഉണ്ട് അവിടെ മുത്തശ്ശൻ ആയിട്ട്. ആ പ്രഹ്ലാദന്റെ പേരക്കുട്ടിയായ ബലിയുടെ മുന്നിൽ ബലിയുടെ ദർപ്പത്തെ ശമിപ്പിക്കാൻ എന്തിനെ നരസിംഹം വരാത്തത്? വിഷ്ണു തന്നെയല്ലേ? എന്തിനെ അവിടെ വാമനനായി വന്നത്? അവ 2 സിറ്റുവേഷനാണ്, അവിടെ 2 തരത്തിലുള്ള പ്രശ്നങ്ങളാണ്. അതിനെ കൈകാര്യം ചെയ്യാൻ പാകത്തിനുള്ള ഭാവത്തെ സ്വീകരിച്ചു എന്നേ അർത്ഥമുള്ളൂ. ബലിയുടെ മുന്നിൽ വലിയ വടിവാളും കൊടച്ചക്രമൊന്നും വേണ്ട. കാരണം അവന്റെ ഗർവാണ്, അവന്റെ അഹങ്കാരമാണ്. അതിനെ ശമിപ്പിക്കാൻ ആകപ്പാടെ 1.5-2.5 അടി പൊക്കത്തിലുള്ള വാമനൻ തന്നെ ധാരാളം. കുന്നോളം ഉയർന്ന ഗർവത്തിനെ ചവിട്ടി താഴ്ത്താൻ, ശമിപ്പിക്കാൻ അത്രേ വേണ്ടൂ. അപ്പൊ നമ്മളിലെ ആസുരീകത വലിയതായിട്ട് പർവ്വതീകരിക്കപ്പെടുന്ന അവസ്ഥയിൽ അതിനെ അമർച്ച ചെയ്യാൻ, അതിനെ ഇല്ലാതെയാക്കാൻ, ആ ഗർവത്തിനെ, അഹങ്കാരത്തെ ശമിപ്പിക്കാൻ അവിടെ ഈ ഒരു വൈഷ്ണവ ഭാവം. അപ്പോൾ ഓരോന്നും അങ്ങനെയാണ്. ഭൂമിയെ ഉദ്ധരിക്കാൻ വരാഹമായിട്ട് വന്നു എന്ന് പറയുന്നത് പോലെ വളരെ ഓരോന്നും പ്രതീകമായിട്ടാണ് എന്ന് കാണാൻ പറ്റും, സിംബോളിക് ആണെന്ന് കാണാൻ പറ്റും. അപ്പൊ വെറുതെ അല്ല. ഈ പൊതുവേ നമ്മൾ പുരാണ കഥകളെ കേൾക്കുമ്പോൾ അതിനൊരു ഒരു ഏകീകൃത സ്വഭാവം തോന്നും. എല്ലാ പുരാണത്തിലെയും കഥകൾ, ഏത് പുരാണം എടുത്താലും അസുരനും ഉണ്ട്, ദേവനും ഉണ്ട്. ഇപ്പൊ ദേവി ഭാഗവതത്തിൽ മഹിഷാസുരന്റെ മുന്നിൽ മഹിഷാസുരനെ നിഗ്രഹിക്കാൻ ദേവി വന്നു എന്ന് പറയുന്നത് പോലെ, അല്ലെങ്കിൽ ശിവപുരാണത്തിൽ അന്ധകാസുരന്റെയോ ഒക്കെ അന്ധകാസുരനെയൊക്കെ നിഗ്രഹിക്കാനായിട്ട്, അല്ലെങ്കിൽ ത്രിപുരന്മാരെ നിഗ്രഹിക്കാനായിട്ട് ശ്രീപരമേശ്വരൻ ആവിർഭവിച്ചു എന്ന് പറയുന്നത് പോലെ, ഈ പുരാണത്തിൽ ഏറ്റവും ശക്തനായിട്ടുള്ള മറ്റൊരാള് ആണ് ശൂരപത്മൻ. ആ ശൂരപത്മാസുരനെ നിഗ്രഹിക്കാനായിട്ടാണ് സ്കന്ദന്റെ ആവിർഭാവം എന്ന് പറഞ്ഞു. അത്രയേ ഉള്ളൂ വ്യത്യാസം പൊതുവെ. അപ്പൊ ഇവിടെ ഈ ശക്തി ആർജിക്കുന്നതായിട്ടുള്ള ഈ ശൂരപത്മനും അനുജന്മാരും തന്റെ സൈന്യങ്ങളോടുകൂടി ലോകം മുഴുവൻ കീഴടക്കി എന്നാണ്. അപ്പൊ ഈ ലോകം എന്നാൽ ഇപ്പൊ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇത് നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താൻ പറ്റണമല്ലോ. അല്ലെങ്കിൽ പിന്നെ ഈ പുരാണം പ്രസക്തിയില്ലാത്ത സംഗതിയാണ്. ഇതൊക്കെ വെറും പുസ്തകങ്ങൾ മാത്രമാണ്. നമ്മൾ അലമാരിയിൽ വാങ്ങി വെക്കാറുണ്ട്. പുതിയ വീട്ടിലാണെങ്കിൽ പുതിയ ഷെൽഫായിരിക്കും, അത്രേ വ്യത്യാസമുള്ളൂ. പഴയ വീട്ടിലാകുമ്പോൾ പഴയ അലമാരിയാണ്. പുതിയ ഷെൽഫിലാണെങ്കിലും പഴയ അലമാരിയിൽ നോക്കിയാലും ഇങ്ങനെയുള്ള കുറേ പുസ്തകങ്ങൾ കാണാം. 35-40 വർഷമായിട്ട് തുറന്നു നോക്കാത്ത പുസ്തകങ്ങൾ ഒരു സ്ഥലത്തുനിന്ന് തന്നു. ഒരമ്മ മാത്രമേ ഉള്ളൂ അവിടെ, ബാക്കിയുള്ളവരൊക്കെ കഴിഞ്ഞു. കുറെ പേരൊക്കെ നാട് വിട്ടുപോയി. ഈ വീട് ഇവരുടെ കാലശേഷം മിക്കവാറും ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴും. കാരണം നോക്കാനാടില്ല. ഒരു ദിവസം
അതുവഴി ഇങ്ങനെ പോയിട്ട് തിരിച്ചു പോരുമ്പോഴാണ് അമ്മ വിളിച്ചിട്ട് ഒരു വലിയ സൂട്ട് കേസാണ്, ഇന്നത്തെ പഴയ സൂട്ട് കേസ് ഉണ്ടല്ലോ, അത് തന്നിട്ട് അത് നിറച്ച പുസ്തകമാണ്. തുറന്നു നോക്കിയപ്പോൾ വാൽമീകി രാമായണത്തിന്റെ 8 വോളിയം വ്യാഖ്യാനമാണ്. ഇന്ന് അതിന്റെ പ്രിന്റ് പോലും കിട്ടാനില്ല. പക്ഷെ അത് തുറന്ന് ഒരു പേപ്പർ മറിച്ചാൽ അതിന്റെ ഒരു കുറെ ഭാഗം കയ്യിൽ പറ്റിപ്പോരും, അത്ര പഴയതാണ്. അതായത് ആ 8 വോളിയത്തിനും കൂടി 4 രൂപയറ്റേ ഉള്ളൂ. ഇതുപോലത്തെ ഒരു പുസ്തകത്തിന് ഇന്ന് കൊടുക്കണ 1000 രൂപ. ഇങ്ങനത്തെ 8 വോളിയം പുസ്തകത്തിന്റെ ആകെ വില 4 രൂപയാണ്. അപ്പൊ ഏത് കാലഘട്ടത്തിൽ അച്ചടിച്ചതാണെന്ന് ആലോചിച്ച് നോക്കൂ. ആ അമ്മയുടെ ഒരു പക്ഷേ പൂർവികർ വാങ്ങി വെച്ചിട്ടുള്ളതായിരിക്കാം. അപ്പൊ അവര് പറഞ്ഞു ഇത് ഇവിടെ ഇരുന്ന് നശിച്ചു പോവാണ്, കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞു. കൊണ്ടുവന്ന് ഇപ്പോഴും അത് വെച്ചിട്ടുണ്ട്. തുറക്കാൻ പേടിയാണ്, കാരണം തുറന്നാൽ എടുത്താൽ വിട്ടുപോകും. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പുസ്തകങ്ങൾ ഷോക്കേസുകളിൽ വെക്കാനും അത് തുറന്നു നോക്കാൻ നമുക്ക് സമയമില്ല. അത് എന്താണെന്ന്. അപ്പൊ ഈ പുരാണങ്ങൾ നമ്മളുടെ അടുത്ത് ചില കഥകളെ പുരാണങ്ങളിൽ കൂടി പറഞ്ഞു തരുമ്പോൾ അത് നമുക്കതിൻ്റെ ഉള്ളിൽ നിന്നും എന്തെങ്കിലും ഒരു പ്രയോജനം, ഒരു നേട്ടം എന്തെങ്കിലും മനസ്സിലാക്കാനുണ്ടോ? ഇതിനെ നമ്മൾ ബാഹ്യമായിട്ടൊക്കെ, അല്ലെങ്കിൽ ഇപ്പൊ പുരാണ യജ്ഞങ്ങളിൽ നമ്മൾ പതിവുണ്ട്, ഭാഗവതാണെങ്കിലും ഏത് പുരാണാണെങ്കിലും പ്രഭാതത്തിൽ ആരംഭിക്കുമ്പോൾ ഗ്രന്ഥ നമസ്കാരം ചെയ്യുക, ഇത് നമ്മുടെ ഒരു ആചരണമാണ്. അത് എന്തിനു വേണ്ടിയിട്ടാണ് ഈ പൂർവ്വസൂരികൾ അങ്ങനെ ഒരു ആചാരം പറഞ്ഞു വെച്ചത്? അതിനോടൊരു ആദരവുണ്ടാവാൻ വേണ്ടിയിട്ടാണ്. ഇനി ഫലശ്രുതിയിൽ പറയും, ഭാഗവതമൊക്കെ ആണെങ്കിലും ദേവി ഭാഗവതമൊക്കെ ആണെങ്കിലും ഏറ്റവും ഒടുവിൽ ഫലശ്രുതിയിൽ പറയുന്നുണ്ട്, ഈ ഗ്രന്ഥം വെച്ച് പൂജിച്ചാൽ പോലും അവിടെ മഹാമാരികളൊന്നും ഉണ്ടാവില്ല. അതൊക്കെ അതിനെ ആദരവോടുകൂടി കാണാൻ വേണ്ടി പറഞ്ഞ ഒരു ഉപായം മാത്രമാണ്. അല്ലാതെ ഇപ്പൊ ഈ നമ്മളൊരു പുസ്തകം വാങ്ങി പൊതിഞ്ഞ് പൂജാമുറിയിലോ അലമാരിയിലോ വെച്ചിരുന്നാൽ എന്താ ഉണ്ടാവുക? കുട്ടിക്കാലത്തുള്ള ഒരു അബദ്ധം, നമ്മളുടെ ഒരു ഇതുണ്ടായിരുന്നു. കുട്ടിക്കാലത്ത് പുസ്തകത്തിലും ബുക്കിലും ഒക്കെ മയിൽപ്പീല് കിട്ടിയാൽ വെക്കും, ഇടയ്ക്കിടയ്ക്ക് തുറന്നു നോക്കും, അത് വേറെ ഒരെണ്ണം കൂടി ഉണ്ടാവും ഇത്ര. എപ്പോഴോ ഉള്ളിൽ കടന്നുകൂടിയതായ ഒരു ധാരണയാണത്. അല്ലാതെ മയിൽപ്പീലി വീണ്ടും വേറെ ഒരെണ്ണത്തിനെ പ്രസവിക്കില്ല. കുറച്ചു കഴിഞ്ഞാൽ അതിന്റെ നാരുകൾ അടന്നു പോകുന്നുള്ളതല്ലാതെ വേറെ ഒന്നും സംഭവിക്കാനില്ല. പക്ഷെ അതൊരു രസം അങ്ങനെ വെക്കുക. ഈ പുസ്തകം അങ്ങനെ വെച്ചു കഴിഞ്ഞാൽ, പുസ്തകം തലയ്ക്ക് വെച്ച് കിടന്നുറങ്ങാൻ ഗുണമുണ്ടോ? നല്ല കട്ടിയുള്ളതല്ലേ, 2 എണ്ണം വെച്ചാൽ തലയെണ്ണയ്ക്ക് പകരം. അതുകൊണ്ട് നമ്മുടെ തലയ്ക്കകത്തേക്ക് എന്തെങ്കിലും കയറുമോ? ഒന്നുമില്ല. ഇതിൽ നിന്ന് തരുന്നതായ സന്ദേശങ്ങൾ കേൾക്കാനും വായിക്കാനും പഠിക്കാനും നമുക്ക് പറ്റാത്തിടത്തോളം ഇത് വെറും ഗ്രന്ഥങ്ങൾ മാത്രമാണ്, വെറും ടെക്സ്റ്റുകൾ മാത്രമാണ്. അതിപ്പോ മറ്റ് മാഗസിനുകളെ പോലെയോ ആഴ്ച പതിപ്പുകളെ പോലെയോ മാത്രമേ ഉള്ളൂ. അപ്പൊ ഇവിടെ ഈ പുരാണങ്ങളിൽ കൂടി നമ്മൾ അധികമായി കാണുന്ന കേൾക്കുന്ന ഈ ദേവ അസുര സങ്കല്പങ്ങളും യുദ്ധങ്ങളും ഒക്കെ തന്നെ നമ്മളുടെ ഉള്ളിൽ നടക്കുന്ന സംഘർഷങ്ങളാണ്. അതിനെ നമുക്ക് തിരിച്ചറിയാൻ, നമ്മുടെ ഉള്ളിൽ ഒരു സംഘർഷം ഉണ്ടാകുമ്പോൾ നമുക്കതിനെ തിരിച്ചറിയാൻ കഴിയണം. പെട്ടെന്ന് നമുക്ക് ഇപ്പൊ ദേവി മഹാത്മ്യം പോലെയുള്ള ഉപാസനാ ഗ്രന്ഥങ്ങളിൽ അന്ന് എന്താ അവിടെ പറഞ്ഞത്? വിഷമമുണ്ടായപ്പോ സുരഥനെ പോലുള്ള ഒരാൾ എന്താ ചെയ്തത്? സുമേധസിനെ പോലുള്ളൊരു മഹാത്മാവിനെ ആശ്രയിക്കുക ചെയ്തത്. അദ്ദേഹം എന്താ അതിന് മറുപടി കൊടുത്തത്? ദേവീഭജനം ചെയ്യൂ എന്നാണ്. അപ്പൊ ദുഃഖം വരുമ്പോ, പ്രയാസം വരുമ്പോ അതിനെ തരണം ചെയ്യാൻ വേണ്ടത് ഈശ്വരഭജനമാണ്. അതിനുള്ള ഒരു മറുപടി അതാണ്, മറുമരുന്ന് അതാണ് എന്ന് ഇത്തരത്തിലുള്ള കഥകളിൽ കൂടിയിട്ട് നമുക്ക് ഈ ഉപദേശ രൂപേണ, അല്ലെങ്കിൽ ആ കഥയിൽ കൂടി അവരുടെ അനുഭവങ്ങളെ പറഞ്ഞു തന്നുകൊണ്ട് നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അറിവുകൾ പകർന്നു തരുന്ന, നമ്മളുടെ ബുദ്ധിയെ, ഈ കഥാപാത്രങ്ങളൊക്കെ നമുക്ക് നോക്കിയാൽ കാണാം. ഈ കഥാപാത്രങ്ങൾ നമ്മൾ കുറച്ചൊരു ആഴത്തിലേക്ക് നമ്മൾ ഇറങ്ങാൻ തുടങ്ങിയാൽ ഈ കഥാപാത്രങ്ങൾ നമ്മളെ സ്വാധീനിക്കാൻ തുടങ്ങും. ഇപ്പൊ നോവലുകൾ വായിക്കുമ്പോൾ, കഥകൾ വായിക്കുമ്പോൾ, പുരാണം മാത്രമല്ല മറ്റുള്ളത് വായിക്കുമ്പോഴും അതങ്ങനെ ആഴത്തിൽ പഠിക്കുകയും വായിക്കുകയും ചെയ്യുന്നവർ പിന്നീട് ലേഖനങ്ങൾ എഴുതുമ്പോൾ കാണാം അവരെ സ്വാധീനിച്ച കഥാപാത്രങ്ങൾ. ഇതേപോലെയാണ് പുരാണ കഥാപാത്രങ്ങളും നമ്മുടെ ജീവിതത്തിൽ അവരുടെ കഥകൾ കേൾക്കുമ്പോൾ പതുക്കെ അത് നമ്മളെ സ്വാധീനിക്കാൻ തുടങ്ങും. അപ്പൊ നല്ല ഭാവനകൾ ഉണ്ടാവാൻ, നല്ല ചിന്തകൾ ഉണ്ടാവാൻ, നല്ല സംസ്കാരം ഉരുത്തിരിഞ്ഞു വരാൻ, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പുരാണങ്ങളെ കേൾക്കണം, കേൾപ്പിക്കണം എന്നൊക്കെ
ഒരു പദ്ധതി ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. അപ്പൊ അത്തരത്തിലുള്ള ആ ഒരു പുരാണ യജ്ഞം അതാണ് നമ്മൾ ഇവിടെ 3-4 ദിവസമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോ വളരെ ഇതിന്റെ ഒരു ചെറിയ ഭാഗമാണെന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞു. ഇനിയും ഇപ്പൊ നാളെ 5-ാം ദിവസമായി, 6-ാം ദിവസം ഒരു 11 മണിയോടൊക്കെ കൂടി അവസാനിക്കുകയും ചെയ്യും സുബ്രഹ്മണ്യന്റെ വിവാഹത്തെ അനുസ്മരിച്ചുകൊണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ ഈ അസുരകാന്ഡത്തിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. അതിനുശേഷം അടുത്തതായി വരുന്നത് വീരമാഹേന്ദ്ര കാണ്ഡം എന്നുള്ള ആ ഒരു ഭാഗമാണ്. അതുകൂടി പറഞ്ഞതിന് ശേഷമാണ് ഈ ശൂരപത്മാസുരനും സ്കന്ദനും സുബ്രഹ്മണ്യനും തമ്മിലുള്ള യുദ്ധം. അവിടെയാണ് യുദ്ധകാന്ഡത്തിലെ ആ കഥകളൊക്കെ വരിക. അതൊക്കെയാണ് ഇനി തുടർന്ന് നമുക്ക് കേൾക്കാനുള്ളത്.